റഹീസിലേക്ക് വീണ്ടും. റഹീസ്, ഇപ്പോൾ വിക്രമൻ നായരുടെ വെളിപ്പെടുത്തൽ ഈ കേസിൽ പ്രധാനമാണ്. പോറ്റിയുടെ വീട്ടിലേക്ക് എത്തിയ നേതാക്കളുടെ പ്രതികരണങ്ങൾ. കാരണം പോറ്റിയും കടകംപള്ളിയും SITക്ക് മൊഴി നൽകിയിട്ടുണ്ട്. പോറ്റിയുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് എന്ന് SITയോട് കടകംപള്ളി വിശദീകരിച്ചിട്ടുണ്ട്. 2 തവണ പോയി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ പുറത്തേക്ക് 1 തവണ എന്നാണ് മുൻമന്ത്രി പറഞ്ഞത്. ആ ബന്ധം സംബന്ധിച്ച് പുറത്തേക്ക് പറഞ്ഞത് തന്നെയാണോ SITക്ക് നൽകിയിരിക്കുന്ന മൊഴി എന്നുള്ള കാര്യവും അറിയേണ്ടതുണ്ട്. ആദ്യം അതിലെ വിവരങ്ങളിലേക്ക് റഹീസ്. സ്മൃതി, SITക്ക് മുമ്പിൽ കടകംപള്ളി സുരേന്ദ്രൻ നൽകിയ മൊഴിയായി നമ്മൾ മനസ്സിലാക്കുന്നത് 2 തവണ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ താൻ പോയിട്ടുണ്ട് എന്നതാണ്. നമ്മളോട് നേരത്തെ പ്രതികരണം നൽകിയപ്പോൾ പറഞ്ഞത് ഒരു കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങിന് വേണ്ടി പോറ്റി നിർബന്ധിച്ചപ്പോൾ പോയതാണ് എന്നതാണ്. ഇതുപോലെ തന്നെ 2 ചടങ്ങുകൾക്ക് വേണ്ടി പോയി എന്ന മൊഴി തന്നെയാണ് SITക്ക് മുന്നിലും കടകംപള്ളി സുരേന്ദ്രൻ നൽകിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ കടകംപള്ളി സുരേന്ദ്രൻ നമ്മളോട് പറഞ്ഞത് ഒരേ ഒരു തവണ പോയിട്ടുള്ളൂ എന്നതാണ്. പക്ഷേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തൊട്ടടുത്ത വീട്ടിലെ അയൽക്കാരനായ വിക്രമൻ നായർ നമ്മളോട് പറഞ്ഞത് 2 തവണ അദ്ദേഹം കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയായിരിക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വസതിയിൽ വന്നിട്ടുണ്ട്. അത് താൻ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല, മന്ത്രിയോട് താൻ അന്ന് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ തവണ വന്നിട്ടുണ്ട് എന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം അത് പലരും പറഞ്ഞ അറിവാണ്. പക്ഷേ നേരിട്ട് അദ്ദേഹം കണ്ണുകളിൽ കണ്ടത് 2 തവണ കടകംപള്ളി സുരേന്ദ്രൻ വന്നു എന്നതാണ്. ഇത് ഈ കേസിൽ നിർണായകമാകുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നാണ് പല തവണ ഈ കേസുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയനായപ്പോൾ അല്ലെങ്കിൽ സംശയത്തിന്റെ നിഴലിൽ കടകംപള്ളി സുരേന്ദ്രൻ വന്നപ്പോൾ അദ്ദേഹം നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു സ്പോൺസർ എന്ന നിലയിൽ അവിടെ ഇവിടെയൊക്കെ വെച്ച് കണ്ടപ്പോൾ എടുത്ത ചിത്രങ്ങളാണ് പുറത്തു വന്നത്. അതല്ലാതെ വ്യക്തിപരമായി ഒരു ബന്ധവുമില്ല എന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ഇതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, വ്യക്തിപരമായ ബന്ധങ്ങളില്ലെങ്കിൽ മന്ത്രിയായിരിക്കുമ്പോൾ ഒഫീഷ്യൽ പൈലറ്റിന്റെ അകമ്പടിയോടുകൂടി ഒരാളുടെ പാർട്ടി നേതാവോ പാർട്ടി അണി പോലും അല്ലാത്ത ഒരാളുടെ വീട്ടിലേക്ക് മന്ത്രി പോകേണ്ട ഒരു കാര്യവുമില്ല. അത് കടകംപള്ളി സുരേന്ദ്രൻ പോയിട്ടുണ്ട് എന്ന കാര്യം മന്ത്രി കൂടി സ്ഥിരീകരിച്ചതോടെ അതിൽ നമുക്ക് ഒരു സംശയവും വേണ്ട. മറ്റൊന്ന്, മന്ത്രി പറയുന്നത് അടിസ്ഥാനമാക്കിയാണെങ്കിൽ, അതായത് ഒരു കുഞ്ഞിന്റെ നൂൽക്കെട്ട് ചടങ്ങിനാണ് ഞാൻ പോയതെന്നാണ് മന്ത്രി നമ്മളോട് പറഞ്ഞത്. അത് നമ്മൾ മുഖവിലക്കെടുത്ത് തന്നെ നോക്കുകയാണെങ്കിൽ പോലും മന്ത്രി അതിനുശേഷം പറയുന്നുണ്ട് വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ആ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വളരെ ചുരുക്കം ആളുകളുള്ള ഒരു ചടങ്ങിലേക്ക് സംസ്ഥാനത്തിന്റെ മന്ത്രിയായിരിക്കുന്ന ഒരാൾ കയറി പോകണമെങ്കിൽ അത്ര അടുപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അന്നത്തെ മന്ത്രിക്ക് ഇന്നത്തെ കഴക്കൂട്ടം MLAക്ക് CPM സംസ്ഥാന കമ്മിറ്റി അംഗത്തിന് ഉണ്ടായിരിക്കണം എന്ന് വേണം കരുതാൻ. അതല്ലാതെ ഒരു മന്ത്രി ഏറ്റവും അടുത്ത കുറച്ചാളുകൾ മാത്രമുള്ള സ്ഥലത്തേക്ക് പോകേണ്ട ഒരു കാര്യവുമില്ല. അതിനുശേഷം വിക്രമൻ നായർ പറയുന്ന 3 പേരുകളാണ്. ഒന്ന്, UDFന്റെ കൺവീനറും ആറ്റിങ്ങൽ MLAയുമായ അടൂർ പ്രകാശ്. 2, ആറ്റിങ്ങലിന്റെ MP ആയ അടൂർ പ്രകാശ്. മറ്റൊന്ന്, ആറ്റിങ്ങലിന്റെ MLAയും CPIM നേതാവുമായ OS അംബിക. മറ്റൊന്ന്, കോൺഗ്രസ് നേതാവും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമായ അന്തരിച്ച പ്രയാർ ഗോപാലകൃഷ്ണൻ. ഇതിനകത്ത് അടൂർ പ്രകാശിന്റെ പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടില്ല. OS അംബിക പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അച്ഛൻ മരിച്ച സമയത്ത് അത് കാണാൻ അവിടെ പോയതാണ്. ഒരു MLA എന്ന നിലയിൽ എൻ്റെ മണ്ഡലത്തിലെ വോട്ടറാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും വീടിരിക്കുന്ന സ്ഥലവും. അതുകൊണ്ട് മരിച്ച വീട്ടിൽ മൃതദേഹം കാണാൻ വേണ്ടി പോയതാണ് എന്ന വിശദീകരണമാണ് OS അംബിക നൽകുന്നത്. വിക്രമൻ നായർ അതേക്കുറിച്ച് OS അംബിക എത്ര തവണ വന്നു എന്നതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ 2 തവണ കടകംപള്ളി സുരേന്ദ്രൻ വന്നു, കുറെ അധികം തവണ അടൂർ പ്രകാശ് വന്നു എന്ന് അദ്ദേഹം നമ്മളോട് വെളിപ്പെടുത്തൽ നടത്തുന്നുണ്ട്. സ്മൃതി, ശരി. ചീഫ് പ്രസാദിലേക്ക് കൂടി. പ്രസാദ്, ഇപ്പോൾ പോറ്റിയുമായി ബന്ധമുള്ള രാഷ്ട്രീയ നേതാക്കൾ ഇവരൊക്കെ തന്നെയും രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളിൽ പ്രതിരോധത്തിലാകും. അത് LDFും UDFും തമ്മിലുള്ള വാക്യുദ്ധത്തിലേക്കും നയിക്കും. പക്ഷെ ആത്യന്തികമായി കേസാണ് പ്രധാനം. സ്വർണ്ണക്കൊള്ള കേസിൽ ആരൊക്കെയാണ് പോറ്റിയുടെ കൂട്ടാളികൾ എന്നതിലേക്ക് SIT അന്വേഷണം പോകുമ്പോൾ ഈ തരത്തിൽ പോറ്റി പോയ വഴിയും പോറ്റിയെ കാണാൻ പോയ വഴിയും SIT അന്വേഷിക്കുമോ? അതുകൂടി ഇതിന്റെ ഭാഗമായി വരുമോ? എന്താണ് അറിയാനാകുന്നത്?
അങ്ങനെ തന്നെ പോകേണ്ടി വരും എന്നുള്ളതാണ് സ്മൃതി. എങ്കിൽ മാത്രമേ അന്വേഷണം പൂർണ്ണസ്ഥിതിയിലേക്ക് എത്തൂ. അതിലിപ്പോൾ കടകപ്പള്ളി സുരേന്ദ്രന്റെ നിരന്തരം 2 തവണയുണ്ടായ ഈ സന്ദർശനം വിക്രമൻ നായർ പറഞ്ഞനുസരിച്ച് കൂടുതൽ തവണ വന്നിട്ടുണ്ടെന്ന് മറ്റ് അയൽവാസികൾ ക്യാമറയുടെ മുന്നിലല്ലാതെ പറയുന്നു. അടൂർ പ്രകാശ് നിരന്തരം വന്നിട്ടുണ്ടെന്ന് വിക്രമൻ നായർ വെളിപ്പെടുത്തുന്നു. മറ്റ് അയൽവാസികളും ക്യാമറയുടെ മുന്നിലല്ലാതെ അതും പറയുന്നു. സ്വാഭാവികമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ള ബന്ധത്തെക്കുറിച്ച് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കേണ്ടി വരും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ബൈറ്റ് പുറത്തു വന്ന സാഹചര്യത്തിൽ അങ്ങനെയുള്ള അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങണം. കാരണം ഒരു സാധാരണ മനുഷ്യന്റെ വീട്ടിൽ എന്തിനാണ് ഇവരൊക്കെ പോകുന്നത്? അങ്ങനെയായിരുന്നെങ്കിൽ മറ്റു ബന്ധങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ എന്നുള്ളതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇതിൽ സ്മൃതി ചോദിച്ചതാണ് ഏറ്റവും പ്രധാനം. അതായത് രാഷ്ട്രീയ ആരോപണങ്ങളും വിവാദങ്ങളുമായി പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് LDFും UDFും അവരുടെ ഭാഗം പ്രചരിപ്പിക്കും, അവർ ആരോപണം ഉന്നയിക്കും. പക്ഷേ ആത്യന്തികമായി ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയ പോറ്റിയെ കൊണ്ടാണ് ഇവരെല്ലാം നടന്നത് എന്നുള്ളതാണ്. ആ പോറ്റിക്ക് അനുകൂലമായ എന്തെങ്കിലും നീക്കങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്ന ആശങ്ക അത് പൊതുസമൂഹത്തിനുണ്ട് എന്നുള്ളതാണ്. വളരെ കൃത്യമായി അന്വേഷണം നടത്തുന്നു എന്ന് പ്രത്യേക അന്വേഷണ സംഘം പറയുമ്പോഴും കഴിഞ്ഞ ദിവസത്തെ ഇന്നലെ ഉണ്ടായ ജാമ്യാപേക്ഷയിലെ വാദം ഇന്നലെ അവസാനിച്ചു. ഇന്ന് ഉത്തരവിറങ്ങുമ്പോഴേക്ക് അതിൽ ജാമ്യം കിട്ടിയിരിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക്. അതായത് ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണം മോഷ്ടിച്ചെന്ന ആദ്യത്തെ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം കിട്ടിയിരിക്കുന്ന ഒരു ഗുരുതരമായ സാഹചര്യമാണ് ഈ കേസിൽ നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ രണ്ടാമത്തെ കേസ് ശബരിമലയിലെ കട്ടിളപ്പടിയിൽ നിന്ന് സ്വർണം മോഷ്ടിച്ച കേസിൽ ഇതുപോലെ അറസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള കാലാവധി 90 ദിവസം, അത് ഫെബ്രുവരി 3-ന് അവസാനിക്കും. ഫെബ്രുവരി 3-ന് മുമ്പ് പോറ്റിക്കെതിരായ കുറ്റപത്രം, അത് പ്രാഥമിക കുറ്റപത്രമെങ്കിലും കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ സ്വാഭാവിക ജാമ്യത്തിനുള്ള അർഹത ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുണ്ടാകും. അങ്ങനെയെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജയിലിൽ നിന്ന് പുറത്തേക്കിറങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും LDFിന്റെയും UDFിന്റെയും ഒക്കെ മുതിർന്ന നേതാക്കളുമായിട്ടുള്ള വലിയ ബന്ധം, ആ ബന്ധമാണോ പോറ്റിക്ക് ഇതിനും കൂടി സഹായകരമാകുന്നത് എന്ന് ഒരുപക്ഷെ പൊതുസമൂഹം സംശയിച്ചേക്കാം എന്നൊരു പ്രശ്നം, അങ്ങനെ ഒരു സമ്മർദ്ദം അത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മുന്നിലും ഉണ്ട് എന്നുള്ളതാണ്. നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം കാണുന്നത് ഈ കേസ് നന്നായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നതാണ്. പക്ഷേ ഈ സമയം ഇത്രയുമായിട്ടും പോറ്റിയും കൂട്ടരും കൊണ്ടുപോയ ആ സ്വർണ്ണപ്പാളികൾ എവിടെയാണ്, ആ തൊണ്ടി മുതൽ എവിടെയാണ് എന്ന് കണ്ടെത്താൻ പോലും പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തു. മുരാരി ബാബുവിനെയും D സുധീഷ് കുമാറിനെയും KS ബൈജുവിനെയും പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും എല്ലാം അറസ്റ്റ് ചെയ്തു. എന്നിട്ട് പോലും ആ തൊണ്ടി മുതൽ കണ്ടെടുക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിയാത്തത് കൊണ്ട് തന്നെ കുറ്റപത്രം ദുർബലമായി പോകുമോ എന്നൊരു പേടി അത് പ്രത്യേക അന്വേഷണ സംഘത്തിനുണ്ട്. ഈ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള രാഷ്ട്രീയമായ ആരോപണങ്ങൾ കൂടി സമൂഹത്തിൽ ഉയരുന്നത്. കടകംപള്ളിയുമായി ബന്ധം, അടൂർ പ്രകാശുമായി നിരന്തര ബന്ധം, ഇതെല്ലാം വലിയ തോതിൽ സമൂഹത്തിൽ ചർച്ചയാവുകയും ചെയ്യുകയാണ് സ്മൃതി.